ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം ആണ്. സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം UMLലെ മറ്റൊരു ടൈപ്പ് ഡയഗ്രം ആണ്. പേരിൽ പറയുന്നത് പോലെ തന്നെ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റുകൾക്ക് പല സ്റ്റേറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം വഴി റെപ്രസെൻറ്റ് ചെയ്യായിരിക്കും നല്ലത്. കാരണം ഒരു ഒബ്ജക്റ്റ് ഏതൊക്കെ സ്റ്റേറ്റിലൂടെ അതിൻ്റെ ലൈഫ് ടൈം കടന്നു പോകുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പ്രോസസ്സ് ചെയ്യുന്നത്, ഓരോ സ്റ്റേറ്റിലും വരുന്ന ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയുള്ള ഇവൻറ്റുകൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നു, എന്തെങ്കിലും എക്സിറ്റ് ആയി പോകുന്നുണ്ടോ, അതായത് ഐഡിലായിട്ടിരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് അത് അബോട്ടായിട്ട് പോകുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് പ്രോസസ്സ് ചെയ്ത് ഫൈനൽ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴാണ്, അത്തരത്തിലുള്ള പല സ്റ്റേറ്റുകളും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയഗ്രമാണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം. നമ്മൾ പഠിച്ച ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പല സ്റ്റേറ്റുകളും അതിനകത്തുണ്ട്. ഐഡിലായുള്ളൊരു സ്റ്റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഐഡിലായുള്ള സ്റ്റേറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കസ്റ്റമർ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, ഒരു ഓർഡറിന് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ റിക്വസ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ആ ഐഡിൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ചേഞ്ച് ആവുന്നു, ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിലേക്ക് എത്തും. പിന്നെ അല്ലേ, ഓർഡർ റിക്വസ്റ്റിന് വേണ്ടിയുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിലെത്തും. അതിനുശേഷം അത് നോർമൽ ഓർഡർ ആണോ സ്പെഷ്യൽ ഓർഡർ ആണോ നോക്കി അത് കൺഫേം ചെയ്യുന്ന വേറൊരു സ്റ്റേറ്റിലേക്ക് പോകും. അങ്ങനെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് ഡിസ്പാച്ച് ചെയ്യുന്നതോട് കൂടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നമുക്ക് എന്തുണ്ട്, ഒരുപാട് സ്റ്റേറ്റുകളുണ്ട് അല്ലെ. ഒരുപാട് മീൻസ് അത്രയും സ്റ്റേറ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയുള്ള ഒരു സംഭവമാണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം. അതായത് ഒരു ബിഹേവിയർ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് ബിഹേവിയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലത് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം യൂസ് ചെയ്യാണ്. അപ്പോൾ മെയിനായിട്ട് പറയുമ്പോൾ ഈ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം ഡിസ്ക്രൈബ് എ സ്റ്റേറ്റ് മെഷീൻ. സ്റ്റേറ്റ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു മെഷീനാണ്. അതിൽ എന്തുണ്ടായിരിക്കും, പല സ്റ്റേറ്റുകൾ, ഒബ്ജക്റ്റിന് പല സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും. ആ സ്റ്റേറ്റുകളെ കൺട്രോൾ ചെയ്യുന്നത് വേരിയസ് എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ ഇവൻറ്റ്സ് ആയിരിക്കും. ഓർഡർ മാനേജ്മെന്റ് സിസ്റ്റം ഒരു സ്റ്റേറ്റ് മെഷീൻ എക്സാമ്പിൾ ആണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം വരയ്ക്കുന്നത്? നമ്മൾ പഠിച്ച UML ഡയഗ്രത്തിലെ ഒരു ഡയഗ്രമാണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം. ഡൈനാമിക് നാച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിസ്റ്റത്തിൻ്റെ ഡൈനാമിക് നാച്ചർ എങ്ങനെയാണ് അത് ശരിക്കും ബിഹേവ് ചെയ്യുന്നത്, ആ കാര്യം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാംസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിൻ്റെ ലൈഫ് ടൈമിൽ എന്തൊക്കെ സ്റ്റേറ്റുകളിലൂടെ അത് കടന്നു പോകുന്നു, ഓരോ ഇവൻറ്റും വരുമ്പോൾ സ്റ്റേറ്റിന് എന്തൊക്കെ മാറ്റം ഉണ്ടാവണു അല്ലേ. കസ്റ്റമർ ഓർഡർ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഐഡിയലായിരുന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് അത് എങ്ങോട്ടേക്ക് പോകുന്നു, ഒരു ഇൻ്റർമീഡിയറ്റ് ആയുള്ള ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ ലൈഫ് ടൈമിൽ ഏതൊക്കെ സ്റ്റേറ്റിലൂടെ കടന്നു പോകണം ഓരോ ഇവൻറ്റ്സ് വരുമ്പോൾ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം ഉപയോഗിക്കുന്നത്. അതാണ് മെയിൻ ആയുള്ള ഒരു പർപ്പസ്. സോ ഒരു സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം ഏറ്റവും യൂസ്ഫുൾ ആയുള്ളത് റിയാക്റ്റീവ് സിസ്റ്റത്തിനെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിയാക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സിസ്റ്റംസ്, ഓർഡർ മാനേജ്മെന്റ് സിസ്റ്റം പോലുള്ള സിസ്റ്റത്തിനെയാണ് റിയാക്റ്റീവ് സിസ്റ്റംസ് എന്ന് പറയുക. അതായത് എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇന്റേണൽ ഇവന്റ്സ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റംസ്. ഇപ്പോൾ ഈ പറഞ്ഞ ഓർഡർ മാനേജ്മെന്റ് അങ്ങനെയാണല്ലോ. കസ്റ്റമർ ആണ് എന്ത് ചെയ്യുന്നത്, ഓർഡർ കൊടുക്കുന്നത്, ഒരു എക്സ്റ്റേണൽ ഇവന്റ് വന്നു അല്ലേ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നടന്നു, ഉള്ളിലും ഇവന്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള ഫ്ലോയും കൂടിയാണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സ്റ്റേറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എ കണ്ടീഷൻ ഇൻ വിച്ച് എൻ ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് ചേഞ്ചസ് വെൻ സം ഇവന്റ് ഈസ് ട്രിഗേർഡ്. അതായത് എന്തെങ്കിലും ഒരു ഇവന്റ് വന്ന് ട്രിഗർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് മാറുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ ആ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് അതിലെന്തെങ്കിലും ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ, ഒബ്ജക്റ്റിന് എന്തെങ്കിലും ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ മെയിൻ പർപ്പസ് ഈ ലിസ്റ്റ് ചെയ്തതാണ് ടു മോഡൽ ദ ഡൈനാമിക് ആസ്പെക്ട്സ് ഓഫ് എ സിസ്റ്റം. അതുപോലെ ടു മോഡൽ ദ ലൈഫ് ടൈം ഓഫ് എ റിയാക്റ്റീവ് സിസ്റ്റം. റിയാക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ലൈഫ് ടൈം എങ്ങനെയാണോ, അതിൻ്റെ ലൈഫ് ടൈമിൽ എന്തൊക്കെ സ്റ്റേറ്റിലൂടെയാണ് അത് കടന്നു പോകുന്നതെന്ന് മോഡൽ ചെയ്യാൻ നമുക്ക് ഈ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് പറ്റും. അതുപോലെ തന്നെ ടു ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് എൻ ഒബ്ജക്ട് ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം. ഡിഫൈൻ എ സ്റ്റേറ്റ് മെഷീൻ ടു മോഡൽ ദ സ്റ്റേറ്റ്സ് ഓഫ് എൻ ഒബ്ജക്ട്. സ്റ്റേറ്റ് മെഷീനെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റേറ്റ് മെഷീൻ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഒരു മെഷീനാണ്.
സ്റ്റേറ്റ് മെഷീൻ എന്താണ്? ഒരു മെഷീനാണ് വിച്ച് ഡിഫൈൻസ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് എൻ ഒബ്ജക്റ്റ് ആൻഡ് ദീസ് സ്റ്റേറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ ഇവൻറ്റ്സ്. സ്റ്റേറ്റ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ്, അതിനകത്ത് പല സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റിൻ്റെ പല സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും. ഈ സ്റ്റേറ്റുകളെ കൺട്രോൾ ചെയ്യുന്നത് ഒരുപാട് എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇന്റേണൽ ഇവൻറ്റ്സ് ആണ്. അത്തരത്തിലുള്ള മെഷീനെ ഡിഫൈൻ ചെയ്യാനും നമുക്ക് നല്ലത് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം വരയ്ക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഏതൊക്കെ ഒബ്ജക്റ്റുകളാണ് ഇതിനകത്തുള്ളത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒബ്ജക്ട്സ്, ആ ഒബ്ജക്ട്സിന് വരുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഇവൻറ്റ്സ് ഏതൊക്കെയാണ്. ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഇവൻറ്റ്സ് ഉണ്ട് അല്ലേ, ഇന്റേണൽ ഇവൻറ്റ്സും ഉണ്ട് എക്സ്റ്റേണൽ ഇവൻറ്റ്സും ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ് നമ്മൾ വരയ്ക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം അതുപോലെ തന്നെ സ്റ്റേറ്റ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? ഒരു കണ്ടീഷനാണ് അല്ലേ. സ്റ്റേറ്റ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ഓർ ഐഡൻറ്റിഫൈഡ് ആസ് ദ കണ്ടീഷൻ ഓഫ് ഒബ്ജക്ട്സ് വെൻ എ പെർട്ടിക്കുലർ ഇവൻറ്റ് ഒക്കേഴ്സ്. എന്തെങ്കിലും ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുമ്പോൾ എന്ത് കണ്ടീഷനിലേക്കാണ് പോവേണ്ടത് എന്ന് പറയുന്നതിനെയാണ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം തന്നെയാണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ അത് ഏതൊക്കെ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു, അതിനകത്ത് മേ ബി അബ്നോർമലായുള്ള എക്സിറ്റുകൾ ഉണ്ടായിരിക്കാം. അബ്നോർമൽ എക്സിറ്റ് എപ്പോഴാണ് നടക്കുന്നത്? ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അബ്നോർമലായുള്ള എക്സിറ്റ് നടക്കാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ളത് നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യും. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഓൾസോ ഷോൺ ഇൻ ദ ഫിഗർ അല്ലേ. ഇനീഷ്യൽ സ്റ്റേറ്റും കൊടുക്കും, അതുപോലെ തന്നെ ഫൈനൽ സ്റ്റേറ്റും കൊടുക്കും. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇനീഷ്യലൈസേഷൻ എങ്ങനെയാണ്, ഐഡിയൽ ആയിട്ട് ഇരിക്കുകയാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പിന്നെ കസ്റ്റമർ റിക്വസ്റ്റ് കൊടുക്കുമ്പോഴാണ് ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ഓർഡർ റിക്വസ്റ്റ് എത്തുന്നു. ഓർഡർ റിക്വസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ അത് നോർമൽ എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ആക്ഷനിലേക്കാണ് പോകുന്നത് അല്ലെ. നോർമൽ എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ആക്ഷനിലേക്ക് പോയി അത് നോർമൽ ഓർഡർ ആണോ സ്പെഷ്യൽ ഓർഡർ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം അത് ആ ഓർഡർ കൺഫേം ചെയ്യുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നു. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡിസ്പാച്ച് ചെയ്യുന്നു. അത് കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ആ ഓർഡർ പോകുന്നു. അതാണ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മേ ബി ആ ഓർഡർ റിക്വസ്റ്റ് ഇൻകംപ്ലീറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവത്തിലോ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അബ്നോർമൽ എക്സിറ്റ് ആവാം. ഇൻ കേസ് കസ്റ്റമറെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കസ്റ്റമർ ഓർഡർ ക്യാൻസൽ ചെയ്തു, അത്തരത്തിലുള്ള കേസസിലൊക്കെ അതൊരു അബ്നോർമൽ എക്സിറ്റ് ആയിട്ട് പോകും. അവിടുത്തെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫെയിലിയർ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ വരച്ച ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഏതൊക്കെ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു ഇൻക്ലൂഡിങ് അബ്നോർമൽ എക്സിറ്റ് അതുവരെ ഇതിനകത്ത് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇനീഷ്യൽ ഫൈനൽ സ്റ്റേറ്റുകളും ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഫൈനൽ സ്റ്റേറ്റിൽ എത്തിക്കൊള്ളണമെന്നില്ല. മേ ബി ചില കണ്ടീഷൻസ് കാരണം അതൊരു അബ്നോർമൽ എക്സിറ്റ് ആയിട്ട് പോവാറുണ്ട്. ഇനി എവിടേക്കാണ് നമ്മൾ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം വരയ്ക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ടു മോഡൽ ദ ഒബ്ജക്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റ് സ്റ്റേറ്റുകളെ മോഡൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം ആണ്. പിന്നെ റിയാക്റ്റീവ് സിസ്റ്റത്തിനും ബെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം ആണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഇവൻറ്റ്സ് വരുമ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്ന സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും നല്ലത് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം തന്നെയാണ്. അതുപോലെ തന്നെ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിങ്ങിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലിംഗ് ആണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രത്തിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ഡയഗ്രാംസ്. ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത് ഡൈനാമിക് ആസ്പെക്റ്റുകൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റം, ഒരു മോഡലിംഗ് മെത്തേഡ് തന്നെയാണ്. ഡൈനാമിക് ആയുള്ള കാര്യങ്ങൾ, ഡൈനാമിക് ആസ്പെക്റ്റ്, ഒരു സിസ്റ്റത്തിൻ്റെ ഡൈനാമിക് ആസ്പെക്റ്റ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ആക്ടിവിറ്റി ഡയഗ്രാം ബേസിക്കലി ഒരു ഫ്ലോ ചാർട്ടാണ്. അതായത് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് എങ്ങനെ പോകുന്നു എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ആക്ച്വലി ആക്ടിവിറ്റി ഡയഗ്രാം. അപ്പോൾ ഇതിനകത്ത് കൺട്രോൾ ഫ്ലോ ഒരു ഓപ്പറേഷനിൽ നിന്ന് മറ്റൊരു ഓപ്പറേഷനിലേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ വരച്ചിട്ടുണ്ടായിരിക്കും. കൺട്രോൾ ഫ്ലോ നമ്മൾ വരച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഫ്ലോ എന്ന് പറയുന്നത് മേ ബി സീക്വൻഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കൺകറന്റ് അറ്റ് എ ടൈം നടക്കുന്നതും ആയിരിക്കാം. ഒരേ സമയം തന്നെ രണ്ട് ആക്ടിവിറ്റി ഒക്കെ നടക്കാമല്ലോ. അപ്പോൾ ആക്ടിവിറ്റി ഡയഗ്രത്തിൽ എല്ലാ ടൈപ്പ് ഫ്ലോയും ആണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് ഫോർക്ക്, ജോയിൻ, അത്തരത്തിലുള്ള പലതരത്തിലുള്ള എലമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലോ ആണ് ആക്ടിവിറ്റി ഡയഗ്രത്തിൽ ഉണ്ടായിരിക്കുക. ബേസിക്കലി ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നെയാണ്
ആക്ടിവിറ്റി ഡയഗ്രാം വരുന്നത്. ഇനി ആക്ടിവിറ്റി ഡയഗ്രത്തിൻ്റെ പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി ഡയഗ്രാം വരയ്ക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് ക്യാപ്ചർ ചെയ്യുന്നത് ഡൈനാമിക് ബിഹേവിയർ ആണ്. ഒരു സിസ്റ്റത്തിൻ്റെ ഡൈനാമിക് ബിഹേവിയർ ക്യാപ്ചർ ചെയ്യാനാണ് ആക്ടിവിറ്റി ഡയഗ്രാം ഉപയോഗിക്കുന്നത്. ബാക്കി ഡയഗ്രാംസ് നമ്മൾ പഠിച്ചത് മെസ്സേജ് ഫ്ലോ ഒക്കെ ആയിരുന്നു. ഒരു ഡയഗ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്കുള്ള മെസ്സേജ് ഫ്ലോ ഒക്കെയാണ് നമ്മൾ മുന്നേ പഠിച്ച ഡയഗ്രത്തിലൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഫ്ലോ ആണ്, ഫ്ലോ കൺട്രോൾ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷനാണ്, സിസ്റ്റത്തിൽ നടക്കുന്ന ഒരു പർട്ടിക്കുലർ ഓപ്പറേഷനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുക. Activity diagrams are not only used for visualizing the dynamic nature of the system, but also they are used to construct the executable system by using forward and reverse engineering techniques. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് നേച്ചർ മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ആക്ടിവിറ്റി ഡയഗ്രാം ഉപയോഗിക്കുക. നമുക്ക് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടെക്നിക്സിൽ ഒരു എക്സിക്യൂട്ടബിൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആക്ടിവിറ്റി ഡയഗ്രാമാണ്. കാരണം ഇതിൻ്റെ മെയിൻ ആയിട്ട് ഫ്ലോ ആണല്ലോ ഉള്ളത്. ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള ഒരു ഫ്ലോ എങ്ങനെയാണ്, അതിൻ്റെ കൺട്രോൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്ന കാരണം ഫോർവേഡ് എഞ്ചിനീയറിംഗ് ആണെങ്കിലും ബാക്കിലേക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണെങ്കിലും നമുക്ക് ഒരു എക്സിക്യൂട്ടബിൾ സിസ്റ്റം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ ഒരു ഡയഗ്രാം. അപ്പോൾ ഇതിനകത്ത് മെസ്സേജ് പാർട്ടിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ മെയിൻ പർപ്പസ് ടു ഡ്രോ ദ ആക്ടിവിറ്റി ഫ്ലോ ഓഫ് എ സിസ്റ്റം, ഡിസ്ക്രൈബ് ദ സീക്വൻസ് ഫ്രം വൺ ആക്ടിവിറ്റി ടു അനദർ, ഡിസ്ക്രൈബ് ദ പാരലൽ, ബ്രാഞ്ച്ഡ് ആൻഡ് കൺകറന്റ് ഫ്ലോ ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് വരയ്ക്കുന്ന ഡയഗ്രാംസ് ആണ് ആക്ടിവിറ്റി ഡയഗ്രാം. ഇനി എങ്ങനെയാണ് നമുക്കൊരു ആക്ടിവിറ്റി ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളത് നോക്കാം. ആക്ടിവിറ്റി ഡയഗ്രാംസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഫ്ലോ ചാർട്ട് പോലെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഫ്ലോ ചാർട്ട് എങ്ങനെയാണോ ആ ഒരു ടൈപ്പ് തന്നെയാണ് ആക്ടിവിറ്റി ഡയഗ്രാംസ്. ആക്ടിവിറ്റി ഡയഗ്രാംസ് എക്സാക്ട്ലി ഫ്ലോ ചാർട്ട് അല്ല, പക്ഷേ ഈ ഫ്ലോ ചാർട്ടിലുള്ളതിനേക്കാൾ അഡീഷണൽ ആയുള്ള കുറച്ച് ക്യാപ്പബിലിറ്റീസ് ഈ ആക്ടിവിറ്റി ഡയഗ്രാത്തിലുണ്ട്. അതായത് അഡീഷണൽ ആയുള്ള ക്യാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബ്രാഞ്ചിങ് ഉണ്ടായിരിക്കും, പാരലൽ ആയുള്ള ഫ്ലോ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സിംലൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ കാര്യങ്ങൾ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫ്ലോ ചാർട്ട് മാത്രമല്ല ഇത്രയും കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. സിംലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ജോബ് ഷെയറിങ്ങോ അങ്ങനെയുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റീസൊക്കെ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസൊക്കെ മെൻഷൻ ചെയ്യാനാണ് സിംലൈൻ ഉപയോഗിക്കുന്നത്. അതായത് സിംലൈൻ എന്ന് പറഞ്ഞ ഡയഗ്രാം കൂടിയുണ്ട്, നമുക്കൊരു പ്രോസസ്സ് പോകുന്ന കുറച്ച് സ്റ്റെപ്പുകളൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്ലോ ചാർട്ടിനകത്ത് വരുന്ന ഒരു കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ആക്ടിവിറ്റി ഡയഗ്രത്തിൽ ഉണ്ടായിരിക്കുക, എക്സ്ട്രാ കുറച്ച് ക്യാപ്പബിലിറ്റീസും കൂടെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുള്ളതാണ് ആക്ടിവിറ്റി ഡയഗ്രാം. അപ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരു ക്ലിയർ ആയുള്ളൊരു ഐഡിയ ഉണ്ടാക്കണം, ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്, ആക്ടിവിറ്റി ഡയഗ്രത്തിൽ വരുന്ന എലമെൻറ്റ്സ് ഏതാണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. പിന്നെ മെയിൻ എലമെൻറ്റ് എന്ന് പറയുന്നത്, ദ മെയിൻ എലമെൻറ്റ് ഓഫ് എൻ ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ആക്ടിവിറ്റി തന്നെയാണ്. An activity is a function performed by the system. ഒരു സിസ്റ്റം പെർഫോം ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി ഈസ് എ ഫങ്ഷൻ പെർഫോംഡ് ബൈ ദ സിസ്റ്റം. അപ്പോൾ ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തുള്ള കൺസ്ട്രെയിൻസും കണ്ടീഷൻസും എന്തൊക്കെയാണ്, ഓരോ ആക്ടിവിറ്റിക്കും എന്തൊക്കെ കണ്ടീഷൻസ് ആണുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ കൺസ്ട്രെയിൻസ് ആണുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട എലമെൻറ്റ്സ് ഇതൊക്കെയാണ്: ആക്ടിവിറ്റീസ്, അസോസിയേഷൻ, കണ്ടീഷൻസ്, കൺസ്ട്രെയിൻസ്. അങ്ങനെ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളൊരു മെൻ്റൽ ലേഔട്ട് ഉണ്ടാക്കണം. എങ്ങനെയാണ് മൊത്തം ഒരു ഫ്ലോ വരുന്നത്, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് എങ്ങനെയാണ് ഫ്ലോ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം, ഒരു ആക്ടിവിറ്റി ഡയഗ്രാം ആക്കിയിട്ട് മാറ്റണം. നമ്മൾ ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത് ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. അപ്പോൾ ഈ ഡയഗ്രത്തിലെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കസ്റ്റമർ ഓർഡർ സെൻഡ് ചെയ്യുന്നത്, ആ ഓർഡർ നമ്മൾ റിസീവ് ചെയ്ത് കൺഫേം ചെയ്ത് ഡിസ്പാച്ച് ചെയ്യുക, ഇതൊക്കെയാണ് ബാക്കി ആക്ടിവിറ്റീസ് വരുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ ഒരു റിക്വസ്റ്റ് കൊടുത്തു, ഓർഡർ റിക്വസ്റ്റ് കൊടുത്തു. അതൊരു ആക്ടിവിറ്റിയാണ്. ആ ഓർഡർ റിക്വസ്റ്റ് സിസ്റ്റം എന്ത് ചെയ്തു? കൺഫേം ചെയ്തു, ഇങ്ങനൊരു ഓർഡർ വന്നിട്ടുണ്ടെന്നുള്ളത് കൺഫേം ചെയ്തതാണ് നെക്സ്റ്റ്. അപ്പോൾ അത് രണ്ടും ഓരോ ആക്ടിവിറ്റീസാണ്.
അത് വന്നതിന് ശേഷം അത് നോർമൽ ഓർഡർ ആണോ അതോ സ്പെഷ്യൽ ഓർഡർ ആണോ എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാണ് അടുത്തത്. അപ്പോൾ ചെക്ക് ഇഫ് ദ ഓർഡർ ഈസ് നോർമൽ ഓർഡർ ആണെങ്കിൽ അത് കൺഫേം ചെയ്ത് ഡിസ്പാച്ച് ചെയ്യുന്നതിലേക്ക് പോയി. ഇനി നോർമൽ ഓർഡർ അല്ല, കണ്ടീഷൻ നോ ആണെങ്കിൽ അത് സ്പെഷ്യൽ ഓർഡർ ആണോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തതിന് ശേഷം അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്തു, അത് കൺഫേം ചെയ്തു, അല്ലെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്തു. ഈ പറഞ്ഞ 2 ഓർഡറും അല്ലെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്തു. ടെർമിനേഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ഇതിലെ ആക്ടിവിറ്റീസ് ഫ്ലോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി എവിടേക്കാണ് നമുക്കൊരു ആക്ടിവിറ്റി ഡയഗ്രാം ഉപയോഗിക്കാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബേസിക് യൂസേജ് എന്ന് പറയുന്നത് ബാക്കി ഡയഗ്രാംസ് പോലെ തന്നെയാണ്. പക്ഷേ മെയിനായിട്ട് എന്താണ്, ഫ്ലോ കൺട്രോളിന് വേണ്ടിയിട്ടാണ്. കൺട്രോൾ ഫ്ലോ ഡസ് നോട്ട് ഇൻക്ലൂഡ് മെസ്സേജസ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മെസ്സേജസ് ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ആക്ടിവിറ്റി ഡയഗ്രാം ഒരു സ്യൂട്ടബിൾ മോഡലിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ട്, ആക്ടിവിറ്റി ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സിസ്റ്റത്തിന് ആൻ ആപ്ലിക്കേഷൻ ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ സിസ്റ്റംസ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റത്തിനും നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. ആക്ടിവിറ്റി ഡയഗ്രാം ഓൾസോ ക്യാപ്ചർ ദീസ് സിസ്റ്റംസ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഫ്ലോ ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്കുള്ള ഫ്ലോ ഒക്കെ നമുക്ക് ഇതിന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡാറ്റാബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ക്യൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റമായിട്ടൊക്കെ കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി ഡയഗ്രാം ഉപയോഗിക്കാൻ പറ്റും. മെയിൻ പർപ്പസുകളാണിത്. മോഡലിംഗ് വർക്ക് ഫ്ലോ ബൈ യൂസിങ് ആക്ടിവിറ്റീസ്, മോഡലിംഗ് ബിസിനസ് റിക്വയർമെൻറ്റ്സ്, ഹൈ ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ സിസ്റ്റംസ് ഫങ്ഷനാലിറ്റീസ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ബിസിനസ് റിക്വയർമെൻറ്റ്സ് അറ്റ് എ ലാർജർ സ്റ്റേജ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആക്ടിവിറ്റി ഡയഗ്രാം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഈ 2 ഡയഗ്രാംസ് ആണ്. ആക്ടിവിറ്റി ഡയഗ്രാം പഠിച്ചു, അതുപോലെ തന്നെ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം പഠിച്ചു. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം.